നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് അല്ലാഹ് രണ്ടു ലോകത്തും ഞാൻ ഒരു വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും, അതിന്റെ ഗുണങ്ങളുണ്ടാകും, അതിന്റെ ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ പര്യവസാനം എന്തായിരിക്കും അല്ലാഹ്. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. വാഹനമെടുത്ത് ചീറിപ്പാഞ്ഞു പോകുന്ന 100 കിലോമീറ്റർ സ്പീഡിൽ പാഞ്ഞു പോകുന്നവനോട് വിളിച്ചു നിർത്തിയിട്ട് പറയാണ്, മോനെ നീ അങ്ങനെ സ്പീഡിൽ യാത്ര ചെയ്യരുത് കേട്ടോ. അപ്പുറത്ത് നിന്ന് വളവ് കാണാതെ, അപ്പുറത്ത് നിന്ന് വളവിന്റെ അപ്പുറത്ത് നിന്ന് കടന്നു വരുന്ന വാഹനം നിന്റെ വാഹനത്തിലേക്ക് എങ്ങാനും ഇടിച്ചു കയറിയാൽ നിന്റെ ജീവിതം അവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ എന്താ പ്രതികരണം? ആ ഉപദേശിക്കുന്ന, തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ ആ വർത്തമാനത്തെ മുട്ടിച്ച് കളയുന്ന ന്യായങ്ങളായിരിക്കും അപ്പുറത്ത് നിന്ന് പലപ്പോഴും കടന്നു വരിക. അറിയാലോ എന്താ? അതിനെന്താ, എനിക്കല്ലേ, നിങ്ങൾക്കെന്താണ്, ഞാൻ നോക്കിക്കോളാം, എനിക്കല്ല സംഭവിക്കാനിരിക്കുന്നത്, നിങ്ങളെന്തിനാണ് അത് ആലോചിക്കുന്നത്, നിങ്ങളെന്തിനാണ് അതിൽ ഇടപെടുന്നത്, സംഭവിക്കുന്നത് എനിക്കല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ഉപദേശിക്കാൻ ശ്രമിക്കുന്ന ആള് തോറ്റുപോവുകയാണ്. പര്യവസാനത്തെ ഒന്ന് സൂചിപ്പിച്ചു നോക്കി, ഞാൻ ചെയ്യരുതിട്ടോ മോനെ എന്ന് പറയുന്നിടത്ത് ആ ഉപദേശിക്കാൻ പിന്നീട് അയാൾ മുതിരാത്ത നിലയിലേക്ക് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടാം, നിങ്ങൾ നോക്കണം എന്തിനാണത്. അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, പര്യവസാനത്തെ ചിന്തിക്കേണ്ടതില്ലാത്തത് പടച്ചവന് മാത്രമാണ്. വലാ യഖാഫു ഉഖ്ബാഹാ. ഖുർആൻ പറയാണ്, അള്ളാഹുവിന് അനന്തരഫലത്തെ പറ്റി ചിന്തിക്കാനില്ല, അവനങ്ങനെ ചിന്തിക്കേണ്ടവനല്ല. അനന്തരം എന്താകുമെന്നുള്ള ചിന്ത വേണ്ടാത്തത് പടച്ചറപ്പിന് മാത്രമാണ്. എന്നാൽ ഒരു മുസ്ലിമിന് ആ ചിന്ത വേണം, എന്ത് ചെയ്താലും വേണം. എന്തേ കാരണമെന്നറിയോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഏതൊരു മനുഷ്യനും ഏതൊരു നന്മ ചെയ്താലും അതിന്റെ അനന്തരഫലം അവനക്ക് കാണാൻ കഴിയും. ഏതൊരു മനുഷ്യൻ തിന്മ ചെയ്താലും അതിന്റെ പ്രതിഫലനവും അവന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. രണ്ട് ലോകത്തും ഉണ്ടാകും. ഖാലല്ലാഹു അസ്സ വജൽ. ഉറക്കച്ചെല്ല മക്കള് പഠിക്കട്ടെ, മറന്നുപോയി, അത് മക്കള് കേൾക്കാതെ ആയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു നന്മ ചെയ്താൽ അതും നമ്മൾ കാണും, ഒരു തിന്മ ചെയ്താൽ അതും നമ്മൾ കാണും. ഇത് ഖുർആൻ പറഞ്ഞതാ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം നമുക്ക് കാണാൻ പറ്റും. കണ്ടിട്ടേ മരിക്കൂ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടേ പോകൂ. ആഖിറത്തിൽ അതിന്റെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നന്മയാണെങ്കിൽ അതിന്റെ പ്രതിഫലം അവിടെ അനുഭവിക്കാൻ കഴിയുമെന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം സുലൈമാൻ ദാറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അൽ ഇഹ്തിലാമു ഉഖൂബത്തുൻ. ഒരാൾക്ക്, നമ്മളൊക്കെ ചിന്തിക്കണം, നിസ്സാരമായ വിഷയങ്ങൾ വരെ ഒരാൾക്ക് സ്ഖലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഖലനം സംഭവിക്കുന്നത് വരെ ശിക്ഷയാണ് എന്ന് മഹാനായ ഇമാം സുലൈമാൻ ദാറാനി റളിയല്ലാഹു തആല അൻഹു പറയാ. അത് എന്തോ ഒരു തിന്മ അവനിൽ നിന്ന് വന്നതിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെയും പറഞ്ഞു, ഒരു ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെടുക എന്നത് ബിദംബിൻ, പറയാണ്, ഇല്ലാ ബിദംബിൻ യദ്നിബുഹു, ദോഷം എന്തോ അവന്റെ ജീവിതത്തിൽ വന്നതിന്റെ പേരിലാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്ക് ഇവിടെ ചിന്തിക്കണം പറ്റണം, എന്താണ് എനിക്കങ്ങനെ ഇങ്ങനെ ഈ മജ്‌ലിസിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തത്? നമ്മുടെ നാട്ടിൽ എന്തരയോ ആളുകളുണ്ട്,
ഇങ്ങനൊരു വാർഷികം എന്ന പേരിൽ ഒന്ന് സംഘടിപ്പിക്കപ്പെടുമ്പോ എന്തുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല എന്ന് വീട്ടിലിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഓരോ മാസവും ഇവിടെ നടക്കുന്ന മജ്‌ലിസിൽ എനിക്ക് എന്തുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ല? സുബഹിയുടെ ജമാഅത്ത് ഇവിടെ നടക്കുമ്പോ എന്തുകൊണ്ട് എനിക്ക് എന്നിൽ ചെന്ന് പങ്കെടുക്കാൻ പറ്റുന്നില്ല? നിസ്കാരം എന്തുകൊണ്ട് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു? എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ വേദനകൾ വരുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്? എല്ലായിടത്തും ചിന്തവേണം. ബഹുമാനപ്പെട്ട മുല്ലാലിയുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്താണെന്നറിയോ? ഷീറാസ് എന്ന് പറയുന്ന നാട്ടില് വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം. ഒരിക്കലിങ്ങനെ പള്ളിയുടെ പുറത്തേക്ക് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ പള്ളിയുടെ മതിലിനോട് ചേർന്ന് ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന് വേഗം മനസ്സിലായി, വഴിയറിയാതെ നിൽക്കുകയാണ്. ആ പെണ്ണ് ഫഖതറലി അന്നഹാ തുരീദു ബൈതഹാ വതഖാഫു ഫീ ത്വരീഖിഹാ മിൻ അഹ്ലിൽ ഫസാദ്. തന്റെ വീട്ടിലേക്ക് പോകാൻ വഴിതെറ്റി നിൽക്കുന്ന പെണ്ണാണത്. അതല്ലെങ്കിൽ വഴിയിൽ ആരെങ്കിലും അക്രമകാരികളോ ഫസാദുണ്ടാക്കുന്നവരോ പ്രശ്നക്കാരോ കൊള്ളക്കാരോ വല്ലോ നിൽക്കുന്നുണ്ട് എന്നുള്ള ഭയപ്പാടോടെ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ ആ മഹാനായ പണ്ഡിതൻ എന്ത് ചെയ്തെന്നറിയോ? ആ പെണ്ണിന്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി എത്തിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആ പെണ്ണിനോട് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ കിണറിന്റെ അരികിൽ രണ്ട് പെണ്ണുങ്ങൾ മാത്രം മാറി നിൽക്കുന്നു. ബാക്കിയുള്ളവരൊക്കെയും അവിടെ വെള്ളം കോരാൻ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. ശുഐബ് നബിയുടെ രണ്ട് പെൺമക്കളാണ് ആ മാറി നിൽക്കുന്നവർ. ആ ശുഐബ് നബിയുടെ രണ്ട് പെൺമക്കൾക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് കടന്നു ചെന്നിട്ട്, എന്താണ് നിങ്ങളുടെ ആവശ്യം, മാറി നിൽക്കുന്നതെന്തേ ചോദിച്ചിട്ട് അവിടെ ചെന്ന തിക്കും തിരക്കിന്റെ ഇടയിൽ ആ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് വൃദ്ധനായി കഴിഞ്ഞുകൂടുന്ന ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് രണ്ട് പെൺകുട്ടികളെയും എത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതുപോലെ ബഹുമാനപ്പെട്ട ആ മഹാനായ പണ്ഡിതൻ ആ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ എത്തിക്കാം, ഞാനെങ്ങാനും വഴിതെറ്റിയാൽ പുറകെ നിന്ന് നീ ശരിയായ വഴിയിലേക്ക് ഒരു കല്ലെടുത്തിട്ടാ മതി, ഞാൻ മനസ്സിലാക്കിക്കോളാം ശരിയായ വഴി അതാണ്. അന്യ ആണും പെണ്ണും സംസാരിക്കാൻ പാടില്ല, ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല, ഇസ്ലാമിന്റെ നിയമം അതാണ്. അതുകൊണ്ട് സംസാരമുണ്ടാകാതിരിക്കാൻ, സംസാരമുണ്ടായാൽ പലപ്പോഴും വേണ്ടാത്ത വിചാരങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. അതുകൊണ്ട് സംസാരം വേണ്ട, വഴിയിലേക്ക് ഒരു കല്ലെടുത്തിട്ടാ മതി, ഞാൻ വഴി മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പണ്ഡിതൻ തന്റെ ആ വഴി അറിയാതെയോ അതല്ലെങ്കിൽ വഴിയിലെ കൊള്ളക്കാരെ ഭയപ്പെട്ടുകൊണ്ടോ പള്ളിയുടെ ചുമരിനോട് ചേർന്ന് വന്ന് നിൽക്കുന്ന പെണ്ണിനെ വീട്ടിലേക്ക് എത്തിച്ച് തിരിച്ചു വന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു, ഞാൻ എന്തൊരു മനുഷ്യനാ. ആ ഒറ്റയ്ക്ക് അർദ്ധരാത്രിയിൽ ആ പെണ്ണിങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് അതൊരു നല്ല അവസരമായിരുന്നല്ലോ. ആ അവസരത്തെ ഉപയോഗപ്പെടുത്താതെ ഞാൻ ആ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിച്ചത് മോശമായി പോയി എന്ന ചിന്ത ഒരല്പസമയം മനസ്സിലേക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്നപ്പോ നമ്മൾ ചിന്തിക്കണം. ആ പെണ്ണ് ഒറ്റപ്പെട്ടു വന്നു നിന്നപ്പോ തോന്നാത്ത ഒരു ചിന്ത, കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒറ്റപ്പെട്ട് നിന്ന ആ പെണ്ണിനോട് എനിക്ക് പലതും ചെയ്യാമായിരുന്നല്ലോ എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വേഗം ചിന്തിച്ചതെന്തെന്നറിയോ? എവിടെയാണ് പ്രശ്നമുണ്ടായത്? ഫീ മഅ്കലി ഔ മശ്റബി أو ملبسي أو حدوث حادث في صحبة أحبتي أو خلطة ظالمين.
ബഹുമാനപ്പെട്ട പണ്ഡിതൻ ചിന്തിക്കുകയാണ്, പടച്ചവനെ അന്ന് ചിന്തിക്കാത്ത അരുതായ്മ ഇന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാ സാഹചര്യം ഉണ്ടായപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭക്ഷണത്തിൽ എവിടെയോ അപാകത വന്നിട്ടുണ്ട്, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ എവിടെയോ തെറ്റ് കടന്നു വന്നിട്ടുണ്ട്, എന്റെ കൂട്ടുകാർക്കുമായിട്ടുള്ള സഹവാസത്തിന്റെ ഇടയിൽ എവിടെയോ പാടില്ലാത്തത് സംഭവിച്ചു പോയതിന്റെ പേരിലാണല്ലോ റബ്ബേ എന്റെ മനസ്സിലേക്ക് മോശമായ ഈ ചിന്ത കടന്നു വന്നതെന്ന് വരെ ചിന്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു തെറ്റ് ചെയ്യുന്നതോ ഒരു സൽക്രമം നഷ്ടപ്പെടുന്നതോ ആയ സമയത്ത് പടച്ചവനെ എന്തുകൊണ്ടത് സംഭവിച്ചു പോയി? ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു തെറ്റെന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നല്ലോ, ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഒരു സുബഹി പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് റബ്ബേ എന്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, തിന്മകൾ ചെയ്യേണ്ട ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴോ നന്മ നഷ്ടപ്പെടുമ്പോഴോ അതുപോലെ എല്ലാ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ചിന്തിക്കാൻ പറ്റണം, പടച്ചവന് എന്തെങ്കിലും എന്റെ ഭാഗത്ത് അരുതായ്മ കൊണ്ട് സംഭവിച്ചതാണോ? കമാ തദീനു തുദാൻ ഒരു ശൈലിയുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയുന്ന ആശയം, നമ്മൾ ചെയ്യുന്നതിന്റെ തിക്തഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും പര്യവസാനം എന്തായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടോട് നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ രക്ഷപ്പെടുമെന്ന് പറയാനുള്ള കാരണം എന്താ? ഖുർആന്റെ ഉപദേശം അങ്ങനെയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. ഖുർആന്റെ ശൈലി കേൾക്കണേ. മുബശ്ശിരീങ്ങൾ പറയാണ്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണത്. എന്താണെന്നറിയോ? സ്വാലിഹായ അമല് ചെയ്യുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഒരു കാര്യമാണ്, സൽക്കർമ്മം ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളത്. നിസ്കാരം നിർവഹിച്ച സുബ്ഹി നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തില. മുത്തുനബി പറഞ്ഞതാ. നാളെ ആഖിറത്തിലും വലിയ നേട്ടമുണ്ട്, പ്രതിഫലങ്ങളുണ്ട്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാ. അപ്പൊ നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഖുർആൻ തുടർന്ന് പറയാണ്, വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ആഖിറത്തെ ചിന്തിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അടുത്തതിനാലഹും അദാബൻ അലീമാ. ആഖിറത്തെ പറ്റി ചിന്തയില്ല, ഭയപ്പാടില്ല, ആഖിറം എന്താകുമെന്നുള്ള കാഴ്ചപ്പാടില്ലാതെ തിന്മകൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് കഠിന കഠോരമായ അദാബുണ്ട്. സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം ഉണ്ടെന്നും അതിന്റെ അനന്തര ഫലം അതാണ് എന്നും, തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയുണ്ട് എന്നും ഖുർആനിൽ രണ്ട് ഭാഗം പഠിപ്പിച്ചു. കള്ളു കുടിച്ചവന് ഈ ചിന്ത ഉണ്ടാവില്ല, മാനസിക രോഗിക്കുണ്ടാവില്ല. നമ്മളറിയാം, നാഷണൽ ഹൈവേയില് ഒരു 3 വയസ്സുള്ള കുട്ടിയെ നിർത്താറില്ലാരും. എന്തേ കാരണം? ആ കുട്ടി റോട്ടിലേക്ക് ഇറങ്ങിയാൽ പാഞ്ഞു വരുന്ന വാഹനം ഇടിച്ച് ആ കുട്ടി വാഹനത്തിന്റെ അടിയിൽ പെട്ടുപോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്താണ്
നാഷണൽ ഹൈവേയിൽ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് കുട്ടിക്ക് എന്താകുമെന്ന് അനന്തര ഫലത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. പര്യവസാനം എന്താകുമെന്ന് അറിയാത്ത കുട്ടി, ആ കുട്ടി റോഡിലേക്ക് ഇറങ്ങും. അനന്തരഫലം ചിന്തിക്കാൻ കഴിയില്ലാത്ത കുട്ടി റോഡിലേക്ക് ഇറങ്ങിയാൽ വാഹനമിടിച്ച ആ കുട്ടി മരണപ്പെട്ടു പോകും. അറിയാവുന്ന രക്ഷകർത്താക്കൾ ആരും ആ കുട്ടി അവിടെ നിർത്തൂല്ല. ഒരു കുട്ടിയുടെ ചെറിയ പൈതലിന്റെ കയ്യിലേക്ക് ആരും ഒരു ബ്ലേഡ് എടുത്തു കൊടുക്കൂല. ആ ബ്ലേഡ് തന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത കുട്ടിയാണ് എന്ന് തിരിച്ചറിയാവുന്നവർ. ഒരു മാനസിക രോഗി, അദ്ദേഹം എന്തും ചെയ്തേക്കാം, ഭ്രാന്തനാണ് എന്ന് കാണുമ്പോ നമ്മൾ വേഗം മാറിപ്പോകുന്നു. അവൻ എന്തെങ്കിലും അക്രമം ചെയ്തേക്കുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ്. അവർക്കത് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നു മുഅ്മിനേ. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെത്തുമ്പോ ഉറങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ഉറക്കക്ഷീണം കടന്നു വരാത്തത് കൊണ്ടല്ല, ആ രാത്രിയിൽ ഉറക്കമുളച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന അനുഗ്രഹീതമായ രാത്രിയെ സജീവമാക്കുന്ന ആള് ഉറങ്ങാതെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ആ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ എന്ന മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന രാവാണ്, അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന രാവാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ആ ലൈലത്തുൽ ഖദറിന്റെ അനന്തരഫലം, ആ അനന്തരഫലത്തെ പറ്റി ചിന്തിച്ചതിന്റെ പേരിലാണ് ഉറക്കമുളച്ചുകൊണ്ട് രാത്രിയെ സജീവമാക്കുന്നത്. പട്ടിണി കിടക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, റമദാനിന്റെ പകലുകളിൽ പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദാഹമില്ലാത്തത് കൊണ്ടല്ല, വിശപ്പ് കടന്നു വരാത്തത് കൊണ്ടല്ല, ശക്തമായ ചൂട് തന്റെ ശരീരത്തിൽ അവശതകൾ നൽകാത്തത് കൊണ്ടുമല്ല. പക്ഷെ എന്നിട്ടും പകലിൽ പട്ടിണി കിടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കുലൂ വശ്റബൂ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാ. നാളെ പരവശരായി പാരത്രിക ലോകത്തൊരുമിച്ച് കൂട്ടുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ, നിങ്ങൾ ഇഷ്ടമുള്ളത് കുടിച്ചോളൂ, നിങ്ങൾ മുൻപ് പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ചവരല്ലേ എന്ന് പറയുമ്പോ ഇതിന്റെ അനന്തരഫലം നാളെ ആഖിറത്തിൽ കിട്ടാനുള്ള പ്രതിഫലങ്ങള്, ഇത് നഷ്ടപ്പെടുത്തിയാലുള്ള ശിക്ഷകള്, ഇത് നഷ്ടപ്പെടുത്തിയാൽ എത്ര കാലയളവ് നീ നോമ്പനുഷ്ഠിച്ചാലും റമദാനിലെ നോമ്പിന് പകരമാകില്ല എന്നുള്ള ബോധവുമൊക്കെയാണ് നമ്മൾ റമദാനിൽ പട്ടിണി കിടന്ന് നോമ്പ് പിടിക്കാൻ പ്രേരിപ്പിച്ചത്. നാം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ, കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്നതും, പള്ളി പണിയാൻ കൊടുക്കുന്നതും, പള്ളിക്ക് സ്ഥലം വാങ്ങാൻ കൊടുക്കുന്നതും ഇഷ്ടമുണ്ടായിട്ടാവോ? ഇഷ്ടം വരുന്നത് എങ്ങനെയാണ്? ഇഷ്ടം എന്താ? ഇഷ്ടം വരുന്നത് എങ്ങനെയാണ്? നാം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അനന്തരഫലത്തെ പറ്റി ആലോചിച്ചതിന്റെ പേരിലാണ്. അപ്പൊ ആലോചിക്കും, ഒരാൾ ധർമ്മം കൊടുത്താൽ, ഒരാൾ പള്ളിക്ക് കൊടുത്താൽ, ആ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചാൽ, പള്ളിക്ക് സ്ഥലം വാങ്ങാൻ സഹായിച്ചാൽ, നാളെ ആഖിറത്തിൽ എനിക്ക് ജീവിതത്തിൽ കിട്ടാത്ത വലിയ സൗഭാഗ്യം അവിടെ കിട്ടും എന്ന് ചിന്തിക്കുമ്പോഴാണ് കഷ്ടപ്പെട്ട നാട്ടിലും വിദേശത്തുമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അതുകൊണ്ട് പോയി പാവങ്ങളെ സഹായിക്കുന്നത്, പള്ളിക്ക് കൊടുക്കുന്നത്, പള്ളി നിർമ്മിക്കുന്നത്, പള്ളിക്ക് സ്ഥലം വാങ്ങിക്കുന്നതൊക്കെയും. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ഇങ്ങനെ ചിന്ത കടന്നു വരുമ്പോൾ, അതിന്റെ അനന്തരഫലത്തെ പറ്റി ആലോചിക്കുമ്പോൾ, അതിന്റെ പര്യവസാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മളിങ്ങനെ ഹജ്ജ് ചെയ്യുന്നു. 6, 7, 8 ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടാണ് ഓരോ വർഷവും ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് ചെയ്യാത്തവൻ കാഫിറാണെന്ന് വരെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട്.
പഠിപ്പിച്ചിട്ടുള്ളതാണ്, താക്കീത് ചെയ്തിട്ടുള്ളതാണ്. ഇത്രത്തോളം ഗൗരവം ചിന്തിക്കുന്ന മനുഷ്യൻ, പരിണിത ഫലം പര്യവസാനം ചിന്തിക്കുന്ന മനുഷ്യൻ അതൊക്കെ ചെയ്യാൻ ഇതുപോലെ പലതും നമ്മൾ ഒഴിവാക്കാൻ കൂടി ശ്രമിക്കണം. അനന്തര ഫലത്തെ പറ്റി ബോധമുള്ളവരായി പല തിന്മകളും ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. തന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തന ഘട്ടങ്ങളിലും തന്റെ പര്യവസാനത്തെ പറ്റി ആലോചിക്കണം. തന്റെ വാക്ക്, തന്റെ പ്രവർത്തനം, തന്റെ കച്ചവടം, തന്റെ സമ്പത്ത്, തന്റെ സഹകരണം, തന്റെ ഇടപെടലുകള്, തന്റെ അവിഹിത ബന്ധങ്ങൾ, ആഘോഷങ്ങള്, ആർഭാടങ്ങള്, തന്റെ നോട്ടങ്ങള്, തന്റെ പ്രേരണകള്, സഹകരണങ്ങളൊക്കെയും തന്റെ ജീവിതത്തിൽ വലിയ വരുത്താനിരിക്കുന്ന ആ പ്രവർത്തനം കൊണ്ടുണ്ടാകാനിരിക്കുന്ന പര്യവസാനം എന്താകുമെന്ന് നമ്മളൊക്കെയും ചിന്തിക്കേണ്ടവരാണ്. കാരണം എന്തെന്നറിയോ, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി. ഒരൊറ്റ വാക്കാണ് പ്രശ്നം. എന്താണ് പ്രശ്നമെന്നറിയോ, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇന്ന് ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ്. എന്തേ സംഭവിച്ചതെന്നറിയോ, തന്റെ ഭർത്താവ് ദേഷ്യം വന്നപ്പോ തന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്നെ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. ദേഷ്യം വന്നപ്പോ പറഞ്ഞാലും, തമാശയ്ക്ക് പറഞ്ഞാലും, കള്ളു കുടിച്ചിട്ട് പറഞ്ഞാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ത്വലാഖ്. തന്റെ ഭാര്യയുമായുള്ള വിവാഹബന്ധം അതോടെ ഏർപ്പെടുകയാണ്. അവനും ഭാര്യയും അന്നു മുതൽ അന്യരാണ്, ഒരുമിച്ചിന് താമസിക്കാൻ പറ്റാത്തവരാണ്. ഗൾഫിലുള്ള തന്റെ ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് ദേഷ്യം വന്നപ്പോ പറഞ്ഞു, നിന്നെ ഇനി എനിക്ക് വേണ്ട, നിന്നെ ഞാൻ 3 ത്വലാഖും ചൊല്ലി. ഒരരിശത്തിന് കിണറ്റി ചാടിയാൽ 100 അരിശത്തിന് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ പര്യവസാനത്തെ ചിന്തിക്കാതെ ത്വലാഖ് ചൊല്ലിയ ഈ ഭർത്താവ് പിന്നീട് ഖേദിക്കുകയാണ്. ഇനി എന്താണ് വഴിയെന്നറിയാതെ വിഷമിക്കുകയാണ്. പെണ്ണിനും വല്ലാത്ത വിഷമമാണ്. ഇനി എന്താണ് തങ്ങളെ ചെയ്യുക? ഇത്തരം ഒരു പ്രയാസത്തിൽ പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഒന്നായി ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കണമെങ്കിൽ ഈ പെണ്ണിനെ വേറെ ഇദ്ദയിരുന്ന് ഇദ്ദ കഴിഞ്ഞതിന് ശേഷം വേറെ ഒരാൾ വിവാഹം കഴിക്കണം. അവര് തമ്മിൽ ദാമ്പത്യ ജീവിതം നയിക്കണം, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അതിനുശേഷം അയാൾ ത്വലാഖ് ചൊല്ലണം. അതിനുശേഷമേ പിന്നീട് ആവർത്തിച്ച് ഇയാൾക്ക് ആ ഇദ്ദയും കഴിഞ്ഞതിന് ശേഷമേ രണ്ടാമത് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. ഒന്നോർത്തൊക്കെ, അനന്തര ഫലത്തെ പറ്റി ചിന്തിക്കാതെ ദേഷ്യം വന്നപ്പോ തന്റെ ഭാര്യയോട് പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പേരിൽ അവർ നേരിടുന്ന ദുരന്തം എത്രത്തോളം വലുതാണ്. ഇത് പരസ്യമായ പ്രകടമാകുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയ കാര്യങ്ങളല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൻ-നഖഈ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇന്നീ ലഅജിദു നഫ്സീ തുഹദ്ദിസുനീ ബിശ്ശൈഇ. പലപ്പോഴും പലതും പറയാൻ എന്റെ മനസ്സ് മന്ത്രിക്കുമ്പോൾ ഫമാ യംനഉനീ അൻ അതകല്ലമ ബിഹി ഇല്ലാ മഖാഫത അൻ നുബ്തുലിയ ബിഹി. പലപ്പോഴും പലതും പറയാൻ എന്റെ മനസ്സാഗ്രഹിക്കും. പക്ഷേ ഞാനെങ്ങാനും എന്റെ മനസ്സ് പറയുന്നത് പറഞ്ഞു പോയാൽ അതിന്റെ അനന്തരഫലം എന്താകുമെന്നുള്ള ഭയപ്പാടുകൊണ്ട് ഞാൻ ആ വർത്താനം പറയാറില്ല. ഒറ്റ വാക്ക് ചിലപ്പോൾ പറയുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരാജയങ്ങള്, പാരത്രിക ലോകത്ത് നേരിടാനുള്ള നഷ്ടങ്ങളെ കുറിച്ചോർക്കുമ്പോ ഞാൻ വേണമെന്ന് ചിന്തിച്ച സംസാരം വരെ വേണ്ട എന്ന് വെക്കും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട മുആദ്
മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അന്ത ഫീ സലാമത്തി മാ സക്കത്താ, ഓ മുആദേ, നീ മിണ്ടാതിരിക്കുമ്പോഴൊക്കെയും നീ രക്ഷപ്പെട്ടവനാണ്. ഫൈദാ തകല്ലംത ഫലക ഔ അലൈക, എപ്പോഴെങ്കിലും നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരം ഒരുപക്ഷേ നിനക്ക് ഉപകരിക്കുന്നതായിരിക്കും. ആ ഉപകാരം സിദ്ധിക്കുന്ന വർത്തമാനമല്ല എങ്കിൽ, ആഖിറത്തിൽ വിജയിക്കാൻ പറ്റുന്ന സംസാരമല്ലെങ്കിൽ ആ സംസാരം നിനക്ക് കേടായ സംസാരമാ. അതുകൊണ്ട് ഇതാ അന്ത ഫീ സലാമത്തി മാ സക്കത്താ, നീ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നീ വിജയിച്ചവനാണ് മുആദേ. വല്ലാത്ത വർത്താനം. ആ മഹാന്മാര് ചിന്തിക്കുക, എന്തെങ്കിലും വർത്താനം പറയുമ്പോഴേക്ക്, വർത്താനം പറയാൻ മനസ്സ് പറയുമ്പോഴേക്ക് ചിന്തിക്കുക, പഠിച്ചവന് എന്റെ ഈ സംസാരം എന്റെ ആഖിറം മോശപ്പെടുത്തുന്നതാണോ, ആഖിബത്ത് മോശപ്പെടുത്തുന്നതാണോ? ചിന്തിക്കുക. ഉമ്മാനോട് പറയാം, നിങ്ങൾ പോയി പണിയൊക്കെ. അതൊന്നുമല്ല ഇന്നത്തെ ഭാഷ. വാപ്പാനോട് ഉമ്മാനോട് ഇന്നത്തെ സമൂഹത്തിന്റെ ഭാഷ അതൊന്നുമല്ല. ഒരൊറ്റ വാക്ക്, അതല്ല ഖുർആൻ പറഞ്ഞത്, ചെയ്യുന്ന പോലും അല്ല. അത്രയും നിസ്സാരമായ വാക്ക് ഉമ്മാനോട് ഉപ്പാനോട് പറയരുതേ. വാക്കാണത്. യഥാർത്ഥത്തിൽ അക്ഷരങ്ങളല്ല, അക്ഷരങ്ങളാകുന്നില്ല. അത്ര ഒരു ശബ്ദം മാത്രം. ആ ശബ്ദം വരെ എത്രത്തോളം തന്റെ ഡ്രസ് അലക്കി കൊടയുന്ന സമയത്ത് വരെ അതിന്റെ ശബ്ദം ഉമ്മാക്കോ ഉപ്പാക്കോ വേദനിപ്പിക്കുന്നതാകരുത്, അവർക്ക് വിഷമമുണ്ടാക്കുന്നതാകരുത്. ഇതാണ് ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയം. ഒറ്റ വാക്ക് മരണഘട്ടം മോശമായി പോകാൻ. അൽഖമാർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ, ഉമ്മയോട് ഒരു സമയത്ത് അനാദരവ് കാണിച്ചു എന്നുള്ളതാണ്. ഉമ്മ വിളിച്ചത്, ഉമ്മാനേക്കാൾ ഭാര്യയ്ക്ക് ചില പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അവസാനം എന്താ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റണില്ല. മഹാന്മാരതുകൊണ്ട് ചിന്തിക്കുകയാണ്, പടച്ചോൻ എന്റെ വാക്ക്, എന്റെ ഉമ്മാനോടുള്ള വാക്ക്, എന്റെ വാപ്പയോടുള്ള വാക്ക്, എന്റെ സഹോദരങ്ങളോട്, പണ്ഡിതന്മാരോട് ഞാൻ കമന്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ചിന്തിക്കണം. മൊബൈൽ എടുക്കും, അതിലേക്ക് തന്റെ വാട്സപ്പുകളിലെ ഒരുപാട് മെസ്സേജുകൾ വരും. ആ മെസ്സേജ് എടുത്ത് വായിക്കും. മെസ്സേജുകൾ പലപ്പോഴും കാണും, വീഡിയോകൾ കേൾക്കും, വോയിസുകൾ കേൾക്കും. എന്നിട്ട് നമ്മുടെ വക ഒരു പ്രതികരണം അതിനങ്ങട് നൽകും. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്റെ ഈ പ്രതികരണം എന്റെ ആഖിബത്ത് മോശമാക്കാൻ കാരണമാകുമോ? എന്റെ ജീവിതത്തിൽ ബറക്കത്ത് തടയാൻ അത് കാരണമാകുമോ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷയാണ്. ആ തിന്മ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത് മോശമായി പോകുന്നതാണ്. അൽ ബലാഉ മുഅക്കലും ബിൽ മന്തിഖി, പറയുന്ന വാക്കുകൊണ്ട് ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരും. ഇല്ല എന്ന് പറഞ്ഞ് ഇല്ല. എടാ, നിന്റെ കയ്യിൽ പൈസ വല്ല ഇരിപ്പുണ്ടോ? എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ കൂട്ടാൻ വല്ല ഇരിപ്പുണ്ടോ എന്ന് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അയൽവക്കക്കാര് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയരുത്. നമ്മള് ഇല്ല എന്ന് പറഞ്ഞ ഇല്ല, പൈസ എന്റെ കയ്യിലേ ഇല്ല എന്നുള്ള വർത്താനം നമ്മൾ പറയാൻ പാടില്ല. അൽ ബലാഉ മുഅക്കലും ബിൽ മന്തിഖി, വർത്താനം കൊണ്ട് വരുന്ന ദുരന്താണ്. പള്ളിയിലെ റമദാനാകുമ്പോഴേ ആരെങ്കിലൊക്കെ ഉണ്ടാകും ഓരോ വക്കത്തുകൾക്കും. പാവപ്പെട്ടവരായിരിക്കും, ചിലപ്പോ മുതഅല്ലിമീങ്ങളായിരിക്കും, അതല്ലെങ്കിൽ അതുപോലെ സാധുക്കളായ ഏതെങ്കിലും ഉസ്താദുമാരായിരിക്കും. ആരെങ്കിലൊക്കെ പള്ളിയിൽ ഇങ്ങനെ വക്കത്തുകൾക്ക് ഇങ്ങനെ വരും. റമദാനാകുമ്പോ മഗ്‌രിബിന്റെ സമയത്ത്, നോമ്പ് തുറക്കാനുള്ള സമയത്ത് അവിടെ മുതഅല്ലിമ്, ആ പാവപ്പെട്ട ആള്, ആ പാവപ്പെട്ട ഉസ്താദ് ഇങ്ങനെ നോക്കും, ആരെങ്കിലും എന്നെ വിളിച്ചു കൊണ്ടുപോകാനുണ്ടോ? എനിക്കും നോമ്പ് തുറക്കണമല്ലോ. ആ ചിന്തയോടെ നിൽക്കുന്ന സമയത്ത് ദാ ഇവിടെ നിന്ന് ഈ വാരിക്കാട്ട് ജംഗ്ഷൻ, ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ നിന്നൊരാള് വിളിച്ചു കൊണ്ടുപോവാൻ.
അയാൾക്കറിയാം വീട്ടിൽ നിന്നുള്ളത് ഞങ്ങൾ രണ്ടുപേർക്കുള്ള ഭക്ഷണമേ ഉള്ളൂ എന്നറിയാം. അയാൾ മൂന്നാമതൊരാളെ കൂട്ടി പോവുകയാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിലുള്ള ഭക്ഷണം ബോഹരി വെച്ച് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ടും നോക്കുമ്പോ ഭക്ഷണം ബാക്കിയാണ്. എന്തേ കാരണമെന്നറിയോ? മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ത്വആമുൽ ഇസ്നൈനി കാഫി സലാസ വ ത്വആമുസ് സലാസതി കാഫിൽ അർബഅ. രണ്ടു പേർക്കുള്ള ഭക്ഷണം 3 പേർക്കുണ്ടാകും, 3 പേർക്കുള്ള ഭക്ഷണം 4 പേർക്കും തികയും. ഇത് മുത്തുനബി പറഞ്ഞതാണ്. മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇതെപ്പോഴാണെന്നറിയോ? വഹാദാ ഇദാ സഹഹത് നിയ്യതുഹും ഫീഹി വൻതലഖത് അൽസിനതുഹും ബിഹി. ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന മുത്തഅല്ലിമിനെ കൊണ്ടുപോകുന്ന ആ പാവപ്പെട്ടവനെ വിളിച്ചു കൊണ്ടുപോകുന്ന ആൾക്കറിയാം, എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് 2 പേർക്കുള്ള ഭക്ഷണം 3 പേർക്ക് തികയുമെന്ന്. ആ ഉറച്ച വിശ്വാസത്തോടെ വിളിച്ചു കൊണ്ടുപോയാൽ നിന്റെ വീട്ടിൽ 2 പേർക്കുള്ള ഭക്ഷണം 3 പേര് കഴിച്ചാലും പിന്നെയും ബാക്കിയായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് തന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഇല്ല എന്നുള്ള വാക്കുകൾക്കപ്പുറത്ത് എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അതെനിക്ക് ആവശ്യത്തിന് വച്ചിരിക്കുന്നതാണ് എന്നുള്ള ശൈലിയല്ലാതെ ഇല്ല എന്ന് പറയുന്ന ശൈലി എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വരാതെ ആ വാക്കുപയോഗിക്കാതെ നമ്മൾ സൂക്ഷിക്കണേ. ജീവിതം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാൻ അത് കാരണമാണ്. എന്റെ കാര്യമൊന്നും പറയണ്ട, എന്റെ ഉമ്മമാരോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും സംസാരത്തിന്റെ ഇടകളിൽ എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല, പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നല്ലതാണ്, നല്ല വിശേഷമാണെന്ന് പറഞ്ഞു പഠിക്കണേ. ഒന്നും പറയണ്ട. എപ്പോഴും നടുവേദനയാണ് നിൽക്കാൻ പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ ശരീരം നീങ്ങും. അൽ ബലാഉ മുഅക്കലും ബിൽ മന്തിഖി. ഒരിക്കലും പറഞ്ഞു പോകരുത്, തലവേദനയാണ്, എപ്പോഴും തലവേദനയാണ്, ഈ തലവേദന എന്നെയും കൊണ്ടേ പോകൂ. ഒരു ഉമ്മമാരും പറയണ്ട, അങ്ങനെ പറഞ്ഞാൽ നിന്നെയും കൊണ്ടേ പോകൂ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ചരിത്രങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കുറച്ചുകൂടെ ചില കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആടുമേക്കാൻ സഹോദരങ്ങൾ പോകുമ്പോ സഹോദരങ്ങൾക്ക് യൂസുഫ് നബിയുടെ അസൂയയാണ്. വാപ്പാക്ക് ഈ കുട്ടിയോട് ഒരു പ്രത്യേക സ്നേഹാണ്. 2 ഉമ്മയിലുള്ള മക്കളാ യൂസുഫ് നബിയും ബിന്യാമീനും. അവർ ഒരു ഉമ്മയിലുള്ള മക്കള്, ബാക്കിയുള്ളവർ സഹോദരങ്ങളൊക്കെ വേറെ ഉമ്മയിലുള്ള യൂസുഫ് നബി യാക്കൂബ് നബിയുടെ മക്കളാണ്. അപ്പൊ ഇവരോടൊരു പ്രത്യേക സ്നേഹം ചെറിയ മക്കളെന്ന നിലയിലെ യാക്കൂബ് നബി അലൈഹി സ്വലാമിനുണ്ട്. അസൂയാലുക്കളായ സഹോദരങ്ങൾ എങ്ങനെയെങ്കിലും യൂസുഫിന്റെ കഥ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ സന്ദർഭം നോക്കി നടക്കാൻ യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അവർ തന്ത്രങ്ങൾ മെനഞ്ഞു, നമുക്കങ്ങനെ യൂസുഫിനെ വധിക്കാം. സഹോദരങ്ങളൊക്കെ തന്നെ, പക്ഷെ അസൂയ മൂത്ത അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അരികിൽ വന്ന് സമ്മതം ചോദിക്കണം. പിതാവേ, ഉപ്പാ, ഞങ്ങളുടെ കൂടെ യൂസുഫിനെ വിടണം. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഭയമുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും സമയത്ത് നിങ്ങൾ അശ്രദ്ധരാകുമ്പോ വല്ല ചെന്നായയും വന്ന് യൂസുഫിനെ പിടിച്ചു കളഞ്ഞാലോ? ഒറ്റ വാക്ക. ഈ ആയത്തിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയുക, യാക്കൂബ് നബിയുടെ ആ ഒരു വാക്ക് കാരണത്താലാണ് നായ പിടിച്ചു എന്നും പറഞ്ഞ് മക്കള് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത്. ഒറ്റ വാക്ക്.
നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതിന്റെ ആ വാക്കിന്റെ പര്യവസാനം എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കണം. വാക്കുകളും പ്രവർത്തനങ്ങളും തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ചെറുതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഇല്ല എന്നുള്ള വാക്ക്, എന്റെ വീട്ടിൽ ഒരിക്കലും ഒന്നുമില്ല എന്നുള്ള ചിന്ത, വാക്കുകൾ, എന്റെ രോഗം കൊണ്ട് ഞാൻ പൊറുതുമുട്ടി എന്നെ കൊണ്ടേ പോകൂ എന്ന ശൈലിയിലുള്ള സംസാരങ്ങൾ, നിന്നെ കൊണ്ടേ പോകൂന്നാണ്, വരരുത്. അതിന്റെ അനന്തരഫലം അങ്ങനെയാണ്. അങ്ങനെ എല്ലാ മേഖലയും സൂക്ഷിക്കണം. സാമ്പത്തിക മേഖല, കച്ചവട മേഖല, താൻ ചെയ്യുന്ന ഈ കച്ചവടം കൊണ്ട് എന്റെ ആഖിറം നഷ്ടമാകുമോ എന്ന് ചിന്തിക്കണം. മുത്തുനബിയുടെ അരികിലേക്ക് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, നബിയേ, ഇന്നലേ മംലൂക്കേ, എനിക്ക് കുറെ അടിമകളുണ്ട് നബിയേ. അതെ, നമുക്ക് പശുവും പോത്തൊക്കെ ഉള്ളതുപോലെ ഈ അടിമകളുടെ സമ്പ്രദായം പണ്ട് കാലത്ത് കുറെ അടിമകളുണ്ടെങ്കിൽ വലിയ സമ്പന്നനാ. അങ്ങനെ എനിക്ക് കുറെ അടിമകളുണ്ട്, ജോലിക്കാരുണ്ട്. അവരെന്നോട് അവരെന്നോട് തെറ്റ് ചെയ്യും, കളവ് ചെയ്യും. പലപ്പോഴും അവരെന്നോട് തെറ്റ് ചെയ്യുന്നവരാണ് നബിയെ. പലപ്പോഴും ഞാൻ അവരെ തിരിച്ച് അടിക്കാറുണ്ട്, അതിന്റെ ശിക്ഷ നടപ്പാക്കാറുണ്ട്. അങ്ങനെയാണല്ലോ, ഇവർക്ക് എന്തും ചെയ്യാൻ വരെ. മുത്തുനബി പറഞ്ഞു, മുത്തുനബിയെ, അതുകൊണ്ട് ഞാൻ അവരെ അടിക്കുന്നതിന്റെ പേരിൽ എന്റെ വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ? നിന്റെ ആഖിറം നഷ്ടമാകുമോ? എനിക്ക് വല്ല ശിക്ഷയുമുണ്ടോ നബിയേ? മുത്തുനബിയോട് ചോദിച്ച സമയം അവിടുന്ന് പറഞ്ഞു, നാളെ ആഖിറത്തിൽ വരുമ്പോ നീ അവരോട് കാണിച്ച ശിക്ഷയുണ്ടല്ലോ, അവർ തിന്മ ചെയ്തതിന്റെ പേരിൽ നീ ശിക്ഷിച്ച ശിക്ഷ, എപ്പോഴെങ്കിലും ഒരല്പം അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ